ഹലോ എവരിവൺ, സ്പോക്കൺ ഹിന്ദിയുടെ 26ാമത്തെ ക്ലാസ്സിലേക്ക്, എത്രാമത്തെ 26ാമത്തെ ക്ലാസ്സിലേക്ക്, 25ഓളം ക്ലാസ്സുകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 26ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഈ 25 ക്ലാസ്സുകൾ കാണാത്തവർ കാണുക. ഓക്കെ, അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അധികം നീട്ടി വിളിക്കുന്നില്ല. ഓക്കെ, അതുകൂടാതെ ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് പറഞ്ഞോട്ടെ. ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു എന്താ പറയുക ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാനിവിടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും അതിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അതിൽ ഞാൻ അപ്ഡേറ്റുമായിട്ട് വരുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇനിയിപ്പോൾ ഈ വീക്ക് തൊട്ട് നമ്മളൊരു എന്താ പറയുക ഡൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡൗട്ട് സെഷൻ നെക്സ്റ്റ് വീക്കിലാണ്. ഞാൻ ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോഴൊക്കെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, കാണാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്. തൂ പ്ലസ് നേ ആണ് തൂനെ എന്നായി മാറുന്നത്. എന്താണ് തൂ പ്ലസ് നേ തൂനെ? ടീക്കെ. തൂ പ്ലസ് കാ എന്തായി മാറും? തേര, നിന്റെ. ടീക്കെ. അതുപോലെ തൂ പ്ലസ് കെ തേരെ, നിന്റെ എന്നാണ് അർത്ഥം. തൂ പ്ലസ് കി തേരി, നിന്റെ എന്ന് തന്നെയാണ് അർത്ഥം. ടീക്കെ. അപ്പോൾ തേര, തേരെ, തേരിയുടെ അർത്ഥം എന്താണ്? നിന്റെ എന്നാണ്. അതെങ്ങനെ ഉപയോഗിക്കണം അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, തൂ പ്ലസ് കോ എന്തായി മാറുന്നു? തുജ്കോ അല്ലെങ്കിൽ തുജെ എന്നായി മാറും. ടീക്കെ. തുജ്കോ അല്ലെങ്കിൽ തുജെ, അതിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ, നിനക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ തൂ പ്ലസ് നേ തൂ പ്ലസ് കാ എന്ന് ഓർക്കണ്ട. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഈ തൂ പ്ലസ് നേ തൂ പ്ലസ് നേ തൂനെ എന്നൊന്നും നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ തൂനെ ഓർക്കുക, തേര, തേരെ, തേരി. അതുപോലെ തന്നെ തുജ്കോ. തൂ പ്ലസ് സേ എന്തായി മാറും? തുജ്സെ എന്നായി മാറും. ടീക്കെ. നിന്നിൽ നിന്ന്, തുജ്സെ. ടീക്കെ. നിന്നിൽ നിന്ന് അല്ലെങ്കിൽ നിന്നോട്, തുജ്സെ നിന്നോട് എന്നും നമുക്ക് പറയാം. ടീക്കെ. തുജുമേ നിന്നിൽ, തുജുമേ നിന്നിൽ, തുജ്പർ നിന്നിൽ. ടീക്കെ. നിന്നിൽ തന്നെയാണ്, നിന്നോട് മുകളിൽ എന്നാണ് അർത്ഥം, തുജ്പർ. ടീക്കെ. അപ്പം നമുക്കിതിൻ്റെ ഇത് നോക്കാം. ടീക്കെ. ഇപ്പം നമുക്കറിയാലോ ഇനേ കാ കേ കി സേ മേ പർ. ഓക്കെ, ഇതിൻ്റെ കൂടെ തൂ ചേർക്കുമ്പോൾ എന്തായി മാറുന്നു? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൂടാണ്ട് അതിൻ്റെ എക്സാമ്പിളും. ഓക്കെ, നോക്കാം. സേ എന്താണ്? സേയുടെ അർത്ഥം എന്തൊക്കെയാണ്? ഇൽ നിന്ന്, കൊണ്ട്, ആൾ, ഊടെ, മുതൽ, ഓട്, ഇതൊക്കെയാണ് അല്ലേ സേയുടെ അർത്ഥം അല്ലേ. അതുപോലെ തന്നെ കോ എങ്ങനെ നമ്മൾ ചേർക്കും? ക്, എ, ന് എന്നൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോ ചേർക്കുന്നത്. ടീക്കെ. കാക്കയ്ക്ക് എങ്ങനെ ഉപയോഗിക്കും നമ്മൾ? ഇൻ്റെ, ഉടേ. ഓക്കെ, അപ്പോൾ മേ ഇല്ല് അല്ലെങ്കിൽ ഉള്ളിൽ എന്ന് പറയാൻ. പർ മേൽ അല്ലെങ്കിൽ മുകളിൽ. ഓക്കെ, തൂ പ്ലസ് നേ ആദ്യം ഞാൻ പറഞ്ഞു. തൂ പ്ലസ് നേ എന്താണ്? തൂ പ്ലസ് നേ എന്തായി മാറുന്നു? നീ എന്നായി മാറുന്നു. ടീക്കെ. ഒരു ചോദ്യം, അതായത് ആര് അല്ലെങ്കിൽ എന്ത്, എവിടെ എന്നൊക്കെ ഉത്തരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കണം? നേ എന്ന് ഉപയോഗിക്കണം. ടീക്കെ. എത്രമാത്രം നിങ്ങൾ ഓർക്കുക. ടീക്കെ. യേ തൂനെ ക്യാ കിയ? ഓക്കെ, യേ തൂനെ ക്യാ കിയ. അപ്പോൾ തൂനെ ആര് ചെയ്തു? തൂനെ. ടീക്കെ. ആര് ചെയ്തു? തൂനെ കിയ അല്ലേ. അപ്പോൾ ഏ തൂനെ ക്യാ കിയ, ഇത് നീ എന്ത് ചെയ്തു, നീ എന്ത് ചെയ്തു. ഏ തൂനെ ക്യാ കിയ. അപ്പോൾ തൂനെ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ. ഓക്കെ, നീയാൽ എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ടീക്കെ. ഏ തൂനെ ക്യാ കിയ. ഓക്കെ, തൂ പ്ലസ് കാ ഞാൻ പറഞ്ഞു തേര എന്നായി മാറുന്നു. ടീക്കെ. തൂ പ്ലസ് കാ എന്തായി മാറുന്നു? തേര എന്നായി മാറുന്നു. തൂ പ്ലസ് കെ എന്തായി മാറുന്നു? തേരെ എന്നായി മാറുന്നു. ടീക്കെ. അതുപോലെ തന്നെ തൂ പ്ലസ് കി തേരി. ഓക്കെ, ഇതിന് മൂന്നിന് എന്താ അർത്ഥം? നിന്റെ എന്നാണ് അർത്ഥം. ടീക്കെ. നോക്കാം നമുക്ക്. ഇപ്പം തൂ പ്ലസ് കാ തേരായി മാറുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ബായി ഇവിടെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ. തേരാ ബായി കിതർ ഹേ അല്ലേ. ഈ ബായി എന്താണ്? ഒരു പുല്ലിംഗമാണല്ലോ അല്ലേ, ഒരു സഹോദരൻ. അത് ചോട്ടാവ അല്ല ബടാവ. ടീക്കെ. അപ്പോൾ ബായി എന്ന് പറയുന്നത് എന്താണ്? ഒരു പുല്ലിംഗമാണ്. ടീക്കെ. പുല്ലിംഗം ഏകവചനമാണ്. അതുകൊണ്ട് എന്തായി? തേരാ ബായി കിതർ ഹേ എന്നായി. ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, അപ്പോഴും നമ്മൾ എങ്ങനെ ചോദിക്കും? തേരാ ബായി കിതർ ഹേ എന്ന് തന്നെ ചോദിച്ച് പഠിക്കണം നിങ്ങൾ. ഓക്കെ, അതാണ് ഇതിൻ്റെ ടിപ്പ്, ഇന്നത്തെ ടിപ്പ്. ഓക്കെ, അപ്പോൾ തൂ പ്ലസ് കാ തേര. അപ്പോൾ തേരാ ബായി കിതർ ഹേ, നിന്റെ സഹോദരൻ എവിടെയാണ്? തേരാ ബായി കിതർ ഹേ. ടീക്കെ. തേരാ ഗർ കിതർ ഹേ, തേരാ ഗർ കഹാ ഹേ എന്ന് വെച്ചാൽ നിന്റെ വീട് എവിടെയാണ്? തേരാ ഗർ കഹാ ഹേ. ടീക്കെ. തേരാ ഗർ കഹാ ഹേ. നമ്മളിപ്പോൾ പഠിക്കുന്നത് തൂ മാത്രം ഉപയോഗിച്ചിട്ടാണ്. ടീക്കെ. തും പ്ലസ് കാ തുമാരയായിട്ട് മാറും. അതിൻ്റെ ക്ലാസ് ഞാൻ വേറെ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിക്കുന്നത് വെറും തേര, തേരെ, തേരി, തുജ്സെ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ
തൂ പ്ലസ് കാ തേര, തേര ഭായ് കിതറേ, നിന്റെ സഹോദരൻ എവിടെയാണ്. ഓക്കെ, നിന്റെ സഹോദരൻ എവിടെയാണ്. തൂ പ്ലസ് കീ എന്തായി മാറും, തേരി എന്തായി മാറും. ഓക്കെ, തേരി. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ പേര് നവീൻ എന്നാണ്. ടീക്കേ, അപ്പോൾ ഞാൻ നവീനോട് ചോദിക്കുകയാണ് തേരി ബഹൻ കിതറേ, ഇത് ശരിയാണോ തെറ്റാണോ? 100% ശരിയാണ്. കാരണം എന്താണ്, ഞാൻ നവീൻ്റെ സിസ്റ്റർ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ടീക്കേ, അപ്പം എന്തായി, തേരി ബഹൻ കിതറേ. അപ്പോൾ ഒരു തേരി ഈ വന്നുകൊണ്ട് നിങ്ങൾ വിചാരിക്കില്ല അതൊരിക്കലും ഞാനൊരു സ്ത്രീയോടാണ് സംസാരിക്കുന്നതെന്ന്. സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ സഹോദരിയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, തേരി ബഹൻ. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ ബഹനാണെങ്കിലോ സഹോദരിയാണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കും, തേരി ബഹൻ കിതറേ എന്ന് ഉപയോഗിക്കും. ഈ ബഹൻ നിങ്ങൾക്കറിയാം സ്ത്രീലിംഗം ആണ്. ഓക്കെ, സ്ത്രീലിംഗം ബഹുവചനമാണ്. അപ്പം എന്തായി, തേരി ബഹൻ കിതർ ഹേ. ടീക്ക്, നിന്റെ സഹോദരി എവിടെ, അല്ലെങ്കിൽ തേരി ബഹൻ കഹാ ഹേ. ഓക്കെ, അതായത് തേരി ഗാഡി കഹാ ഹേ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഒരാണോട് ചോദിക്കുമ്പോഴും ഒരു പെണ്ണിനോട് ചോദിക്കുമ്പോഴും നമ്മൾ എങ്ങനെ ചോദിക്കും, തേരി ഗാഡി കഹാ ഹേ, തേരി ഗാഡി കഹാ ഹേ. ഗാഡി എന്താണ്, ഒരു സ്ത്രീലിംഗമാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നമ്മൾ ഒന്നിച്ച് പെണ്ണും ആണും ഒന്നിച്ചിൽ നിൽക്കുന്ന ഒരു റൂമാണെങ്കിൽ നമുക്ക് പറയാം തേരി ഗാഡി കിതറേ എന്ന് വെച്ചാൽ അതൊരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ നമ്മൾ തേരി ഗാഡി കിതറേ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയോട് ചോദിക്കുമ്പോൾ എന്ന് പറയാം നമുക്ക് തേരി ഗാഡി കിതർ ഹേ. അപ്പോൾ ഈ രണ്ടാമത്തെ വേർഡ് നോക്കിയിട്ടാണ് നമ്മൾ ഈ തേര, തേരെ, തേരി എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം തെറ്റായിരിക്കും. ഓക്കെ, സെൻറ്റൻസ് മാത്രം പഠിച്ചിട്ട് ഹിന്ദി പറയാം. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ അത്രയും ബെറ്റർ അല്ലേ. ഹിന്ദിയിൽ എന്തുകൊണ്ട് ഫ്ലോപ്പ് ആവുന്നത്, ഹിന്ദി സംസാരിക്കാൻ മടി കാരണം എന്താണ്, അവർക്ക് അതിൻ്റെ അടിസ്ഥാനം അറിയില്ല, അവർക്ക് ബേസിക് അറിയില്ല. അപ്പോൾ ഈ കുറച്ച് ബേസിക് അറിഞ്ഞ് നിങ്ങൾ നാലാളോട് സംസാരിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കൂടും, ഞാൻ പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് ഒരു ഹിന്ദിക്കാരൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഒരു നോർത്തേൺ സൈഡിൽ ഒരാളാണ് നിങ്ങളുടെ ഫ്രണ്ട് എങ്കിൽ എപ്പോഴും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ. അതിലൊരിക്കലും മടി കാണിക്കരുത്, അവർ തന്നെ പറഞ്ഞുതരും. ഇത് ബഹനാണ്, അപ്പം തേരി ബഹൻ അത് കറക്റ്റാണ്. തേരാ ബഹൻ എന്ന് പറഞ്ഞാൽ അവർ പറയും അത് തെറ്റാണെന്ന് തന്നെ അവർ പറയും. ടീക്കേ, അതുപോലെ തന്നെ തൂ പ്ലസ് കെ ഞാൻ പറഞ്ഞു തേരെ എന്നായി മാറും. ടീക്കേ, തേരെ നിൻ്റെ എന്ന് തന്നെയാണ് അർത്ഥം. ടീക്കേ, അപ്പം തേരെ പിതാജി കിതർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, നിൻ്റെ അച്ഛൻ എവിടെയാണ്. ടീക്കേ, തേരെ പിതാജി, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ അതുമായി ഉപയോഗിച്ചിട്ട് പിന്നെ എന്താ പറയുന്നത് സെൻറ്റൻസുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാൻ തൊട്ട് മുകളിലത് ഒരു എക്സാമ്പിൾ നോക്കാം. തേരി ബഹൻ കിതർ ഹേ എന്ന് വെച്ചു. തേരി ബഹൻ കി ഷാദി ഹോ ഗയി ഹേ ക്യാ എന്ന് വെച്ചാൽ എന്താണ്, തേരി ബഹൻ നിൻ്റെ പെങ്ങള്. ഓക്കെ, അപ്പം തേരി ബഹൻ കി ഷാദി, ഷാദി വീണ്ടും എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ തേരി ബഹൻ കി ഷാദി ഹോ ഗയി ഹേ ക്യാ എന്ന് വെച്ചാൽ എന്താണ്, നിൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്നാണ് അർത്ഥം. ടീക്ക്, ഹേ ക്യാ, അവിടെ ഹേ ക്യാ എന്ന് ആഡ് ചെയ്താൽ എന്തായി, അതൊരു ക്വസ്റ്റ്യനായി. ടീക്ക്, ക്യാ തേരി ബഹൻ കി ഷാദി ഹോ ഗയി, നമുക്ക് ചോദിക്കാം ക്യാ മുന്നിൽ പ്രിഫിക്സ് ആയിട്ട് ചേർത്തോ. തേരി ബഹൻ കി ഷാദി ഹോ ഗയി ഹേ ക്യാ എന്ന് വെച്ചാൽ എന്താണ്, നിൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ എന്നാണ്. അപ്പം തേരി ഈ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത തൊട്ട് സെൻറ്റൻസ് നോക്കുക. തേരി ബഹൻ കി ഷാദി, കി ഷാദി എന്തുകൊണ്ട് വന്നു, ഈ ഷാദി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ്. ടീക്കേ, അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് നവീൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് നമുക്ക് തേരി ബഹൻ കി ഷാദി ഹോ ഗയി ക്യാ തന്നെ ചോദിക്കാം. ഇപ്പോൾ ഒരു പെൺകുട്ടിയോടാണ് നമ്മൾ ചോദിക്കുന്നത് നിൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോ, അപ്പോഴും എന്താണ് തേരി ബഹൻ കി ഷാദി ഹോ ഗയി ഹേ ക്യാ. കാരണം എന്താണ്, ഈ ബഹൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. അതുപോലെ തന്നെ തൂ പ്ലസ് കെ എന്തായി മാറുന്നു, നിൻ്റെ എന്നായി മാറുന്നു. ഇവിടെ ഈ പിതാജി, അതുകൊണ്ട് ഞാൻ ഈ പിതാജി ഇവിടെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു റെസ്പെക്റ്റ് ഉള്ളതല്ലേ. അച്ഛൻ, അമ്മ, ഗുരു, അധ്യാപകർ, ഇതൊക്കെ എന്താണ്, ഒരു കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി അടുത്ത വീട് എന്താണ്, ഒരു റെസ്പെക്റ്റ് ഉള്ളതാണെങ്കിൽ ഓക്കെ, പിതാജി, മാതാജി, അതുപോലെ തന്നെ നമ്മളെ അധ്യാപകർ. ടീക്കേ, ഓക്കെ, ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ എന്ത് പറയും, തേരെ എന്ന് ഉപയോഗിക്കും. ടീക്കേ, തേരെ പിതാജി കിതർ ഹേ, അല്ലെങ്കിൽ തേരെ പിതാജി കഹാ ഹേ, നിൻ്റെ അച്ഛൻ എവിടെയാണ്. ടീക്കേ, തേരെ പിതാജി, തേരെ ബേട്ടെ, തേരെ ബേട്ടെ, തേരെ ബേട്ടെ. ബേട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബഹുവചനമാണ് അല്ലേ, ബേട്ടെ. അപ്പോൾ തേരെ ബേട്ടെ കിതർ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്, നിൻ്റെ കുട്ടികൾ എന്നായി. ബേട്ടെ കുട്ടികൾ. ടീക്കേ, അപ്പോൾ തേരെ ബേട്ടെ കിതർ ഹേ. വ്യക്തമായി മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.
നോക്കാം നമുക്ക് അടുത്തത് തു പ്ലസ് സേ എന്തായി മാറുന്നു? തുജ്സേ എന്നായി മാറുന്നു. എന്താണ് തുജ്സേ? തുജ്സേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം? നിന്നിൽ നിന്ന്. ടീക്കേ, തുജ്സേ അതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? നിന്നിൽ നിന്ന് എന്നാവാം, നിന്നോട് എന്നാവാം, നിന്നെക്കാൾ എന്നാവാം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട്. ടീക്കേ, തുജ്സേ ഏ ഉമ്മീദ് നഹി തീ എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ച എന്നങ്ങനെ പറയും നമ്മൾ. തുജ്സേ ടീക്കേ, നിന്നിൽ നിന്ന് ഏ ഉമ്മീദ് നഹി തീ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. തുജ്സേ ഏ ഉമ്മീദ് നഹി തീ എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. അപ്പം തുജ്സേ എങ്ങനെ ഉപയോഗിച്ചു? നമ്മൾ നിന്നിൽ നിന്ന് എന്ന് ഉപയോഗിച്ചു. ടീക്കേ, തുജ്സേ ഏക്ക് കാം ഹേ എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് എനിക്കൊരു പണിയുണ്ട് അങ്ങനെ പറയും നമ്മൾ. തുജ്സേ ടീക്കേ, തുജ്സേ ഏ കാം ഹേ, അല്ലെങ്കിൽ തുജ്സേ ഏ കാം നഹി ഹോഗ. ടീക്കേ, നിന്നെ കൊണ്ട് ഈ പണി പറ്റുന്ന നടക്കുന്നോ തോന്നുന്നില്ല എന്നങ്ങനെ പറയും. തുജ്സേ ഏ കാം നഹി ഹോഗ. ടീക്കേ, ടീക്കേ, അപ്പം എന്തായി? നിന്നെ കൊണ്ട് ഈ പണി നടക്കൂല. ടീക്കേ, അപ്പോൾ തുജ്സേ വോ ബഡാ ഹേ, നിന്നേക്കാൾ അവൻ വലുതാണ് എങ്ങനെ പറയും? തുജ്സേ. അപ്പോൾ ഇവിടെ തുജ്സേ നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിച്ചു? നിന്നിൽ നിന്ന് ഉപയോഗിച്ചു, നിന്നോട് എന്ന് ഉപയോഗിച്ചു, നിന്നെക്കാൾ എന്ന് ഉപയോഗിച്ചു, നിന്നെ കൊണ്ട് എന്ന് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട്സാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നോക്കാം നമുക്ക്. തു പ്ലസ് കോ, തുജ്കോ, അല്ലെങ്കിൽ തുജേ, തേരേക്കോ. ടീക്കേ, തേരേക്കോ എന്നും പറയും. ഓക്കെ, അപ്പം നിന്നെ, നിനക്ക് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം തു പ്ലസ് കോ എന്തായി മാറുന്നു? നമ്മൾ തു പ്ലസ് കോ ഒക്കെ മറന്നു. ഓക്കെ, അപ്പം തുജ്കോ, തുജേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ അല്ലെങ്കിൽ നിനക്ക് എന്നാണ്. ടീക്കേ, തുജേ ക്യാ ചാഹിയേ, തുജേ ക്യാ നിനക്ക്, തുജേ എന്ന് ഇവിടെ ഞാൻ പറഞ്ഞതായി നിനക്ക് എന്നായി. അപ്പോൾ തുജേ ക്യാ ചാഹിയേ, നിനക്ക് എന്താണ് വേണ്ടത്? തുജേ ക്യാ ചാഹിയേ, നിനക്ക് എന്താണ് വേണ്ടത്? ടീക്കേ, തുജേ ക്യാ ചാഹിയേ. അതുപോലെ ക്യാ തേരക്കോ സമജ് മേ നഹീ ആ രഹാ എന്ന് പറഞ്ഞാൽ എന്താണ്? തേരക്കോ സമജ് മേ നഹീ ആ രഹാ ഹേ. ക്യാ തേരക്കോ അല്ല തുജേ, ഒരു കുഴപ്പമില്ല. തുജേ ക്യാ സമജ് മേ നഹീ ആ രഹാ ഹേ. തേരക്കോ ഉപയോഗിക്കാറില്ല, അൺഒഫീഷ്യലി ആണത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും തുജ്കോ അല്ലെങ്കിൽ തുജേ തന്നെ ഉപയോഗിച്ച് പഠിക്കുക. അപ്പോൾ ക്യാ തുജേ സമജ് മേ നഹീ ആ രഹാ ഹേ എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലേ എന്നാണ് അർത്ഥം. ഞാനൊരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ എന്ന് പറയും? ക്യാ തുജേ സമജ് മേ നഹീ ആ രഹി ഹേ എന്ന് വരും. അങ്ങനെ വരും, ക്യാ തുജേ സമജ് മേ നഹീ ആ രഹി ഹേ. ടീക്കേ, ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ? ക്യാ തുജേ സമജ് മേ നഹീ ആ രഹി ഹേ. ടീക്കേ, അപ്പോൾ അടുത്ത നോക്കാം. തുജേ ബാദ് മേ മിൽത്താ ഹൂം, നിന്നെ പിന്നെ കാണാം. ടീക്കേ, തുജേ ബാദ് മേ മിൽത്താ ഹൂം, നിന്നെ പിന്നെ കാണാം. ടീക്കേ, മിൽത്താ ഹൂം, ബാദ് മേ മിൽത്താ ഹൂം, പിന്നീട് കാണാം എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? തേര പഠിച്ചു, തേരെ പഠിച്ചു, തേരി പഠിച്ചു, എങ്ങനെ ഉപയോഗിക്കണം എന്നും പഠിച്ചു. അടുത്തത് പഠിച്ചു തുജേ അല്ലെങ്കിൽ തുജ്കോ. ടീക്കേ, അതിൻ്റെ 3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. തുജ്മേ. തുജ്മേ എന്ന് പറഞ്ഞതാണ് തു പ്ലസ് മേ ആണ് തുജ്മേ എന്ന് പറയുന്നത്. ടീക്കേ, ഇപ്പോൾ നവീൻ മേ, നവീൻ മേ എന്ന് പറയുന്നതിന് പകരമാണ് നമ്മളിപ്പോൾ നവീനെ നേരിട്ട് കണ്ടി പറയുമ്പോൾ ഇപ്പോൾ അവൻ ഇവിടെ ഇല്ല, അപ്പം നമ്മൾ നവീൻ മേ എന്ന് പറയാം അല്ലേ? ഇപ്പം നവീൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നവീൻ മേ എന്ന് പറയുമോ? ഇല്ലല്ല, തു, നീ. അപ്പോൾ തുജുമേ, തുജുമേ എന്ന് പറഞ്ഞതാണ് നിന്നിൽ എന്നാണ് അർത്ഥം. തുജുമേ, നിന്നിൽ. തുജുമേ കുച്ച് തനാവ് ഹേ. തനാവ് എന്ന് പറഞ്ഞാൽ ടെൻഷൻ, സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? തനാവ് എന്ന് പറയുന്നത്. അപ്പോൾ തുജുമേ കുച്ച് പ്രോബ്ലം ഹേ എന്ന് പറയാം. നിന്നിൽ എന്തോ പ്രശ്നമുണ്ട്. തുജുമേ കുച്ച് പ്രോബ്ലം ഹേ എന്ന് പറഞ്ഞാൽ ആ കുച്ച് പ്രശ്നം, എന്തോ പ്രശ്നം കാണുന്നുണ്ട്, അപ്പോൾ ടെൻഷൻ ഉണ്ട് നിനക്ക്. അപ്പോൾ എന്ത് പറയും നമ്മൾ? തുജുമേ. ടീക്കേ, അപ്പോൾ നിന്നിൽ. ഓക്കെ, നിനക്ക് എന്നൊക്കെ കുറേ അങ്ങനെ പറയാം നമുക്ക്. ഓക്കെ, തു പ്ലസ് പർ എന്തായി മാറുന്നു? തുജ് പർ എന്നായി മാറുന്നു. നിന്റെ മേൽ. ടീക്കേ, നിന്നിൽ എന്ന് പറയുമ്പോഴും പക്ഷേ നമ്മൾ മേജ് പർ എന്ന് പറയാറില്ല, അതുപോലെ തന്നെ നിന്നിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ തുജ് പർ വിശ്വാസ് കിയാത്ത, ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. മേ തുജ് പർ, മേ ടീക്കേ, ഞാൻ തുജ് പർ, നിന്നിൽ. ടീക്കേ, നിന്നിൽ തന്നെയാണ് അർത്ഥം. പക്ഷേ അതിപ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞു തരുക? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് വിശ്വാസം. നമുക്ക് നോക്കാം. തുജ് പർ മേ തുജ് പർ വിശ്വാസ് കിയാത്ത, ഞാൻ നിന്നെ വിശ്വസിച്ചു എന്നാണ് അർത്ഥം. ടീക്കേ, തുജ് പർ മേനെ ഭരോസ കിയാത്ത, തുജ് പർ മേനെ ഭരോസ കിയാത്ത എന്ന് പറഞ്ഞാൽ നിന്നിൽ ഞാൻ വിശ്വസിച്ചു പോയി. ഓക്കെ, അപ്പം എന്താണ്? തുജ് പർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് 26ാമത്തെ ക്ലാസ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു.
പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഗ്രൂപ്പ് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ മാർച്ച് മന്താകുമ്പോൾ നല്ലൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്കൊരു സ്പോക്കൺ ഹിന്ദിയുടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമുക്കതിൽ ഡൗട്ട് സെഷൻ തുടങ്ങണം. ഓക്കെ, അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങും. ഈ വീക്കിൽ തന്നെ ഞാൻ തുടങ്ങും. ഓക്കെ, എനിക്ക് സൺഡേ വരെ സമയം വേണം. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ ഈ വീക്കിൽ ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾ വരിക, നമുക്കൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഒരു ഡൗട്ട് സെഷൻ ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.